ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാനൊരു ഫിഷർമാനായിട്ട് ഇങ്ങനെ ഇറങ്ങാം അങ്ങനെ പറഞ്ഞ് ഇറങ്ങിയത് സത്യം പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദ സീ അതായത് എന്റെ അപ്പൻ കടലിൽ പോണ ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ 11 വയസ്സ് തൊട്ട് കടലിൽ പോണ ആളാണ്. 11 വയസ്സ് മുതൽ പുള്ളിക്കാരൻ ഇപ്പൊ നിലവിൽ 60 വയസ്സുണ്ട്. ഇപ്പോഴും പോണ്ട് പുള്ളിക്കാരൻ. ഓൾമോസ്റ്റ് 50 ഇയേഴ്സ്. പുള്ളിക്കാരൻ ഡ്രൈവറായിട്ടാണ്. അതായത് ബോട്ടിലെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ എഞ്ചിൻ സൈഡിലെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത്. ഡ്രൈവറായിട്ടാണ് പോണത്. അപ്പൊ നമ്മ ഈ ചെറുപ്പത്തിലേ തൊട്ട് ഈ കടല് ഇതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ക്രൈസ് ഉള്ള കാര്യമാണ്. അപ്പൊ അത് ഭയങ്കര ആഗ്രഹമാണ് എനിക്കിങ്ങനെ പോകാനായിട്ട്. അപ്പൊ അപ്പനോട് ചോദിക്കാൻ നേരത്ത് അപ്പം കൊണ്ടുപോകത്തില്ല തന്നെ. നിനക്ക് അറിയില്ല അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്തൊക്കെയാണെന്നുള്ള അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അപ്പൊ ഇതെനിക്ക് കാണണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. പോവാനായിട്ട് പറ്റണല്ല. അങ്ങനെ പലരും എൻ്റെ ഈ ചാനലിലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്, നീ കടലിൽ പോണ വീഡിയോ എടുക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ കൊണ്ടുപോകത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സേവ്യർ ഫ്രാങ്കിൻ്റെ ഒപ്പം പോയത്. അതിന് മുന്നേ എനിക്കൊരു ബോട്ട് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഒരു ഫിഷിംഗ് ബോട്ട് ഞാൻ ഷെയറിൽ വാങ്ങിച്ച ആ ഒരു ബോട്ടിലായിരുന്നു നമ്മിങ്ങനെ പോയി വന്ന് അങ്ങനെയൊക്കെ പോയിരുന്നത്. സത്യം പറഞ്ഞാൽ ആ ബോട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ പിന്നീട് ആ ഒരു ബോട്ട് ഫീൽഡ് നമ്മ നിർത്തിക്കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഇപ്പോഴും ഉണ്ട് അവിടെ തന്നെ കിടക്കണ്ട. കടൽ മാക്രി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു എംബ്ലോക്ക് ഒട്ടിച്ചൊരു ബോട്ടായിരുന്നു. അത് അവിടെ തന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് നമ്മ അത് സ്റ്റോപ്പ് ചെയ്തു, കുറച്ച് പൈസയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ. എന്നാലും നമ്മ ഈ പറഞ്ഞ പോലെ കടല് വിട്ടുള്ള ഒരു കളി നമുക്കില്ല. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞത് സോറി, അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എനിക്ക് അപ്പൻ എന്നെ കൊണ്ടുപോകാണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ ആ ഒരു ബോട്ടിൽ പോയി അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനായിട്ടുള്ളൊരു ഇത് ഓൾറെഡി നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ. അതിന്റെ പേര് കടൽ മാക്രി എന്ന്, അതിന്റെ വേറെ പേരായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കുറച്ച് വൈറലായി. അങ്ങനെ ആളുകൾ ആ ബോട്ടിൽ പോകുമ്പോൾ ഉള്ളിലെ വീഡിയോ കടലിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ ഇത് കാണാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മ പോയി നമുക്ക് പറ്റണ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ച്